CPM തണ്ണിത്തോട് ലോക്കൽ സെക്രട്ടറി, അദ്ദേഹം വിവാദമായിരിക്കുന്നു. അദ്ദേഹം മുമ്പും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായി സംഘർഷത്തിലേർപ്പെട്ടുള്ള ആളാണെന്നാണ് ഞങ്ങളുടെ ബ്യൂറോയ്ക്ക് ലഭിക്കുന്ന വിവരം. താൻ മർദ്ദിച്ചിട്ടുണ്ടെന്നും ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും ഒക്കെ തണ്ണിത്തോട് ലോക്കൽ സെക്രട്ടറി പ്രവീൺ പ്രസാദ് പറയുന്നു. വനത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താനെത്തിയ വനംവകുപ്പ് സംഘത്തെ തടയുന്ന ദൃശ്യങ്ങൾ 24-നാണ്. ശ്രീജി ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ടെലിഫോണിൽ ചേരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗമാണോ ഈ അടവിയിലെ കുട്ടവഞ്ചി ഏറിയൊക്കെ അടച്ചിടാൻ തീരുമാനിച്ചത്? ഈ ടൂറിസം കേന്ദ്രം തുറന്നോ? ടൂറിസം കേന്ദ്രം ഇപ്പോൾ തുറന്നിട്ടുണ്ട് സ്കെയിൻ. ഇന്നലെ നമ്മളാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പ്രവീൺ പ്രസാദ് അവിടെ ഞൊള്ളൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നടത്തിയൊരു മാർച്ചിൽ നടത്തിയൊരു പ്രശ്നമായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രസംഗമായിരുന്നു വിവാദമായത്. അതിൽ കൈവെട്ടുമെന്നും കൊടി തൊടുന്ന ആളുകളെ തങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും യൂണിഫോം അഴിച്ചിട്ടാൽ ഉറപ്പായും അവിടുത്തെ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ തല്ലുമെന്നുമായിരുന്നു ആ ഭീഷണി ഉണ്ടായിരുന്നത്. ഇത് പുറത്തു വന്നതോടുകൂടി അതാകെ വിവാദമായി. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വലിയ പ്രതിഷേധം അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മുതൽ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അതിനുശേഷം ആണ് ഈ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. മാസങ്ങൾക്ക് മുൻപ് സമീപത്തെ ഒരു ബാർബർ ഷോപ്പിൽ നിന്ന് മുടി അടക്കമുള്ള മാലിന്യങ്ങൾ ഈ കാട്ടിൽ നിക്ഷേപിക്കുന്നു, വനഭൂമിയിൽ നിക്ഷേപിക്കുന്നു എന്നൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാൻ ചെന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഈ പ്രവീൺ പ്രസാദിന്റെ നേതൃത്വത്തിൽ CPIM അംഗങ്ങൾ, നേതാക്കളും പ്രവർത്തകരും ചേർന്ന് തടയുന്ന ഒരു ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും CPIM ജില്ലാ കമ്മിറ്റിയിലെ ജില്ലാ നേതാക്കൾക്കടക്കം ഈ വിഷയത്തിൽ അതൃപ്തിയുണ്ട്. വനംവകുപ്പ് ഭരിക്കുന്നത് ഘടകകക്ഷിയാണെങ്കിലും സർക്കാർ ഭരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണി പ്രസംഗവും ഇത്തരത്തിലുള്ള നടപടികളും സ്ഥിരമായി തുടരുന്നു. പ്രവീൺ പ്രസാദ് എന്നൊരു ആക്ഷേപം ഉയർത്തുന്നുണ്ട്. ഈ വിഷയം പാർട്ടിക്കുള്ളിലും വലിയ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്തായാലും പോലീസ് ഇപ്പോൾ ഒരു കേസെടുക്കാനൊന്നും നിലവിലെ സാഹചര്യത്തിൽ തയ്യാറായിട്ടില്ല എന്നതും കാണാതിരുന്നുകൂടാ. ശ്രീജിത്ത് ശ്രീകുമാരൻ.